വെൽക്കം ടു സിമ്പിൾ പി എസ് സി. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആകാശവിസ്മയങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ഓൾറെഡി 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 7ാം ക്ലാസ്സിലെ സയൻസാണ്. അതും നമ്മളുടെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുണ്ട്, ഏകദേശം കഴിയാനായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 8ാമത്തെ ചാപ്റ്റർ ആകാശവിസ്മയങ്ങളിൽ പറയുന്നത് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, വൃദ്ധിക്ഷയം, അങ്ങനത്തെ കുറച്ച് ടേംസുകളാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നിഴൽ എന്താണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. നിഴൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. എല്ലാ ആധാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. പ്രകാശ സ്രോതസ്സിൻ്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. അപ്പോൾ എല്ലാ ആധാര്യ വസ്തുക്കൾക്കും, ആധാര്യ വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയാണല്ലേ ആധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആധാര്യ വസ്തുക്കൾക്കും എന്തുണ്ട്? നിഴലുണ്ട്. പ്രകാശ സ്രോതസ്സിൻ്റെ എതിർദിശയിലാണ് എപ്പോഴും നിഴൽ രൂപപ്പെടുന്നത്. ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. ഇനി ഭൂമിക്ക് എങ്ങനെയാണ് നിഴൽ വരുന്നതെന്നാണ് പറയുന്നത്. ഭൂമിയുടെ നിഴലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ഭൂമി എന്ന് പറയുന്നത് ഒരു ആധാര്യ വസ്തുവായതിനാൽ നിഴൽ രൂപപ്പെടുന്നു. സൂര്യനെ എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായിട്ട് ഇല്ലാതാകുന്നു. അപ്പോൾ ഭൂമി ഒരു ആധാര്യ വസ്തു ആയതിനാലാണ് അവിടെ നിഴൽ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ സൂര്യൻ എതിർദിശയിലായിരിക്കുമ്പോഴായിരിക്കും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് പോകുന്നത്? ചെറുതായിട്ടാണ് ഇല്ലാതാകുന്നത് അല്ലേ. ഇനി ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. അവിടെ പറഞ്ഞു വരുന്നത് ചന്ദ്രഗ്രഹണത്തെ കുറിച്ചിട്ടാണ്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ഇതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഭൂമി, സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നതിനെയാണ് എന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരാം. ഈ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ആണ് അവിടെ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് നോക്കാം. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഇതിനിടയിൽ ഭൂമി കയറി വരുന്നത്. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും എന്തെന്ന് പറയുന്നത്? ചന്ദ്രൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇനി എന്താണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്? സൂര്യഗ്രഹണത്തെ കുറിച്ചിട്ട് അറിയായിരിക്കില്ലേ? അതിനൊരു കോഡുണ്ടല്ലോ, EMS എന്ന് പറയുന്ന ഒരു കോഡുണ്ടല്ലേ, EMS. എന്താണ് പറയുന്നത് അവിടെ? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ചന്ദ്രനെ കാണാൻ പറ്റുമോ? ഇല്ല. ചന്ദ്രനെ കാണാൻ പറ്റാത്ത കാരണമാണ് എന്ത് പറയുന്നത്? സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണമുണ്ട്, വലയ സൂര്യഗ്രഹണമുണ്ട്, ഭാഗിക സൂര്യഗ്രഹണമുണ്ട് അല്ലേ. ഫുള്ളായിട്ട് പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും കാണാൻ കഴിയില്ല. വലിയ സൂര്യഗ്രഹണം എന്താണ്? വലയ സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ വലയം പോലെ കാണപ്പെടും. ഭാഗിക സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ എന്താണ്? പകുതി കാണപ്പെടും അല്ലേ. ഇനി എന്താണ് നിലാവ് എന്ന് പറയുന്നത്? ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിലാവ് എന്ന് പറയുന്നത്? ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായിട്ട് പ്രതിപതിച്ച് ഭൂമിയിലേക്ക് എത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് നാം രാത്രിയിൽ കാണുന്ന നിലാവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് അമാവാസിയും പൗർണമിയും എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസമാണ് അമാവാസി. ഈ ദിവസം നമുക്ക് എന്തിനാണ് കാണാൻ പറ്റാത്തത്? ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതാണ് പൗർണമി എന്ന് പറയുന്നത്. പൗർണമി എന്ന് വെച്ചാൽ എന്താ? വെളുത്ത വാവാണ് അല്ലേ. പൗർണമി വെച്ചതാണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതിനെയാണ് പൗർണമി എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതിനെയാണ് അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതി, അതുപോലെ തന്നെ നിഴൽ ഭാഗത്തിൻ്റെ പകുതി, ഇത് രണ്ടും കൂടിയിട്ട് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അമാവാസി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസമാണ് അമാവാസി. ആ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനെയാണ് പൗർണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി, ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. ഇനി എന്താണ് വൃദ്ധി, എന്താണ് ക്ഷയം എന്ന് പറയുന്നത്?
അമാവാസ്യ പൗർണമിയുമായി ബന്ധപ്പെട്ട വേർഡാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെയാണ്. ഈ സമയത്ത് ഇത് കൂടി വരും. ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ വൃദ്ധി എന്ന് വെച്ചാൽ എന്താണ്? വൃദ്ധി എന്ന് വെച്ചാൽ നമ്മൾ സമൃദ്ധി അല്ലെങ്കിൽ കുറച്ചും കൂടിയും നല്ല ഒരു സംഭവം വരാണ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെയാണ്, വെളുത്ത വാവ് വരെയാണ് അല്ലേ. അപ്പോൾ കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം എന്ന് പറയുന്നത് കൂടി 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 വരും. അങ്ങനെ കൂടി കൂടി അല്ലേ. വൃദ്ധി എന്ന് പറയുന്നപ്പോൾ നമുക്ക് കൂടി കൂടിയല്ലേ വരാം. അപ്പോൾ അല്ലെങ്കിൽ വൃദ്ധി എന്ന് വെച്ചാൽ നമ്മൾ സമ്മതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നോക്കാം. അപ്പോൾ കൂടി കൂടി കൂടിയാണ് വരുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടെ വരെ പോകുമ്പോഴാണ്? അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് പോകുമ്പോഴാണ് കൂടി കൂടി വരുന്നത്. അപ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് വൃദ്ധി എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്ഷയം എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്നാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. മറ്റേന്ന് വെച്ചാൽ എന്തായിരുന്നു? വൃദ്ധി എന്ന് വെച്ചാൽ കൂടി കൂടി വരികയാണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം. എന്ന് വെച്ചാൽ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നതാണ് ക്ഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറുത്ത പക്ഷം എന്ന് പറയുന്നത്. ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതിൻ്റെ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. ഇനി ചന്ദ്രൻ ഇറങ്ങിയ വിസ്മയം എന്ന് പറയുന്നത് നോക്കിയിട്ടുണ്ട്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് എന്നായിരുന്നു? 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. അപ്പോൾ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന പേടകം ഏതാണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ കേട്ടോ. ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന പേടകമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങിയത്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യം, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിലെത്തിക്കുന്നതിനാണ് ചന്ദ്രയാൻ ദൗത്യങ്ങളുമായിട്ട് ISRO മുന്നേറുകയാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ, ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതി ഏതാണ്? ഗഗൻയാനാണ്. ചൊവ്വ പര്യവേഷണ വാഹനം ഏതാണ്? മംഗൾയാനാണ് അല്ലേ. ചൊവ്വ പര്യവേഷണ വാഹനം എന്ന് പറയുന്നത് മംഗൾയാനാണ് 2 ആണ്. എന്നിവയെല്ലാം ISROയുടെ ഭാവി ദൗത്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 എവിടേക്ക് എത്തുന്നത്? ദക്ഷിണ ധ്രുവത്തിലെത്തുന്നത് അല്ലേ. അന്നാണല്ലോ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം ചന്ദ്രന് ദക്ഷിണ ധ്രുവത്തിനരികിലെത്തിയ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ പേടകമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. നമ്മൾ ചന്ദ്രയാൻ 1, 2, 3 SCR ഇതുപോലത്തെ ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ സയൻസിലാണോ സയൻസിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഈ കലണ്ടർ നോക്കാമെന്ന് പറയുന്നുണ്ട്. അമാവാസി എന്നാണ് വരുന്നത്, കറുത്തവാവ് എന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചാപ്റ്റർ ഇതോടുകൂടി കഴിയാണ് കേട്ടോ. ചെറിയൊരു ചാപ്റ്ററാണ് ഇത്. മെയിനായിട്ട് പറയുന്ന പോയിൻറ്റ്സ് മാത്രമാണ്, വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.